കാണാൻ ചോദിക്കാതെ എന്താണ് ആൺകുട്ടി വേണ്ടെന്ന് പറഞ്ഞതിന്റെ ഒരിക്കലും ആഗ്രഹം തീരാത്ത പിള്ളേരായിരിക്കും ആമ്പിള്ളേരെന്ന് സക്കുട്ടിക്ക് മനസ്സിലായി. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും സാധാരണ നേരെ തിരിച്ചല്ലേ പറയാ പെൺകുട്ടികളാണ് ഭയങ്കര. ഒരിക്കലും എന്ത് ചോദിക്കും കൂടി പോയ ഒരു ഐലൈനർ ചോദിക്കും, ഒരു ലിപ്സ്റ്റിക് ചോദിക്കും, ചോദിക്കും. അതെ, നിഞ്ച ചോദിക്കും. മൂത്ത പുത്രനെ അറിയാലോ, മിസ്റ്റർ ഹരി, ചേട്ടന്റെ മോൻ. ഐഫോൺ ഇല്ല, ഐഫോൺ എടുത്തിട്ട് അന്ന് പറയണത് ഊഫ് ഐവാച്ച് വാങ്ങിച്ചിട്ട് വേണം എയർപോർട്ടും കൂടെ കണക്ട് ചെയ്യണം. അപ്പൊ ഐവാച്ച് എയർപോർട്ടും കൂടെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ചേട്ടന്റെ മോനാണ്ട് കുഴപ്പമില്ല, ഇടക്കിടക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഇവളുടെ ഫോൺ ഏതാ? ഐഫോൺ. ഇവളും അത് തന്നെയല്ലേ ആവശ്യപ്പെട്ടിരുന്നത്? ഞാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ ആവശ്യപ്പെടാറില്ല. കിട്ടിയാൽ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കിട്ടിയാ ഉപയോഗിക്കും, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ എന്റെ ചില രക്തം കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ട് ആവശ്യപ്പെടും, നമുക്ക് അറിയരുത്. അല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നാൽ നിങ്ങൾ പറയാൻ സമ്മതിക്കണില്ല. ഞാൻ വായിൽ പിടിച്ചു വെച്ചിരിക്കുന്നു. അത് തന്നെ. ഞാൻ 8 മാസം മുന്നേ ഇവരുടെ കൂടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോ ഞാൻ ചോദിച്ചു, ആൾക്കാരൊക്കെ ചോദിക്കുന്നില്ലേ കുട്ടികളാവാറായില്ലേ, വിശേഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു. അത് ഞങ്ങൾ ഒരു വാശിയായിട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഇവിടെ വരുന്നത് 7ാം മാസത്തിന്റെ ഫംഗ്ഷൻ കൂടാനാ. അത് കണക്കിലെന്തോ 8ാം മാസം ഇവിടെ വന്നപ്പോ 7ാം മാസത്തിന്റെ അതെ, ഇവിടെ സത്യമായിട്ട് അത് കഴിഞ്ഞ വർഷങ്ങൾ എത്ര പോയെന്ന് കണക്കിലെന്തോ ഒരു മിസ്റ്റേക്കും ഇല്ല. അതോടുകൂടി നിങ്ങൾ നിരാശോ വീണ അങ്ങനെ ചോദിച്ചിട്ട് പോയി എന്ത് സംഭവിച്ചാലും ഇനി ഒരു കുട്ടി ഉണ്ടാവണം, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ അങ്ങനെ ഇനി മേലെ വീണ ചോദിക്കാൻ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഇത് കഴിഞ്ഞ 2ാമത്തെ കുട്ടി എപ്പോഴാ? ഞാൻ ഒറ്റ മോളാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഒറ്റ കുട്ടിയാണ്. പക്ഷെ അർജുൻ 2 മക്കളുണ്ട്, അതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് പൈസ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ഒന്ന് മതി ശരിക്കും. നാമൊന്നും നമുക്കൊന്നും. ഇനി നാളെ 2ാമത്തെ കുട്ടി ആവുമ്പോ ഇതെടുത്ത് അവര് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചു വരും. അപ്പോഴും വളകാപ്പായിരിക്കും. അന്നും വീണ വള അടിച്ചു മാറ്റാനായിട്ട് വരും. അതെ, ഈ വളയിട്ട് എന്നോട് ആരൊക്കെയോ പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. ഞാൻ വളരെ മാച്ചിങ് ആയിട്ടൊക്കെ നോക്കി കണ്ടുപിടിച്ചെടുത്തതാ. പിന്നെ ഞാൻ വേറെ സത്യമാണ് മനസ്സിലാക്കി, വളകാപ്പിന് വന്നപ്പോ ഞാൻ വിചാരിച്ച എല്ലാ കുപ്പിവളകളായിരിക്കും എന്ന്. കുപ്പിവള അല്ലാത്ത വളകളും അതിനകത്തുണ്ടായിരുന്നു. പൊട്ടാതിടാൻ വേണ്ടിട്ട് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയെന്ന്. എന്റെ പൊന്നെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ഞങ്ങൾ തകർന്നു പോയി. യൂട്യൂബുകാരും ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ്. നീ എന്തിനെ വിളിച്ചറിയിച്ചായിരുന്നല്ലേ? ഞാൻ ചെറിയ സ്റ്റോറി ഇട്ടത് അത് കണ്ടതാണ് എല്ലാരും വന്നേ.